നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മലബാർ സ്നാക്ക് ഐറ്റമാണ് പൊരിച്ച പത്തിരി. കേരളത്തിൽ എവിടെയും കിട്ടുന്ന ഒരേ ഒരു മലബാർ സ്നാക്ക് എന്ന പ്രത്യേകത ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ 2 കപ്പ് വെള്ളം തിളപ്പിക്കും. അതാണ് ആദ്യപടി. തിളയ്ക്കും മുന്നേ കുറച്ച് നെയ്യും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കില്ല. ഇതിനിടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ 1 കപ്പ് അരിപ്പൊടി കുറേശ്ശെയായി ചേർത്ത് ഇളക്കുക. ഒരു മരത്തവി ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൂടിൽ കൈവയ്ക്കാൻ പറ്റില്ലല്ലോ. നന്നായി മിക്സായ തീ ഓഫ് ചെയ്ത് ഇത് അല്പം തണുക്കാൻ വെക്കുക. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 3-4 ചെറിയുള്ളി, പിന്നെ 1 സ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട, ചെറുതായി മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇതൊക്കെ മിക്സ് ചെയ്യുന്ന പണിയാണ്. അരിപ്പൊടി കുഴച്ച് വെച്ചത് തണുത്തതിന് ശേഷമേ കൈവയ്ക്കാവൂ. അത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ? പക്ഷെ ചുടുന്നത് വരെ അല്പം ചൂടുണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. ചിലർ ഇത് മൈദയും അരിപ്പൊടിയും സമമായി എടുത്തും ഉണ്ടാക്കാറുണ്ട്. ഇനി തേങ്ങ ചതച്ചത് കൂടി ചേർത്ത് നല്ല ഭംഗിയിൽ കുഴച്ചെടുക്കുക. ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, എള്ള്. അതുകൂടി ചേർത്ത് കുഴയ്ക്കുക. ചിലർ കരിഞ്ജീരകമാണ് ചേർക്കാറുള്ളത്. എന്തായാലും ചേർത്ത് നല്ല ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് പരത്തുക. ഏകദേശം 1/2 ഇഞ്ച് കനത്തിൽ വേണം പരത്താൻ. ആ സമയം എണ്ണ ചൂടാക്കാൻ വെക്കാൻ മറക്കരുത്. ഇനി ഏതെങ്കിലും ചെറിയ പാത്രത്തിൻ്റെ അടപ്പോ കുക്കി കട്ടറോ വെച്ച് വൃത്തത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. എല്ലാം ഒരേ വലുപ്പം ആവാൻ വേണ്ടിയാണ് അടപ്പ് വെച്ച് കട്ട് ചെയ്യുന്നത്. ഇനി മീഡിയം തീയിൽ വെച്ച് എണ്ണയിലിട്ട് അതങ്ങ് വറുത്തെടുക്കുക. ലേശം സമയമെടുക്കും. തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ പുറം മാത്രമേ പാകമാകൂ. ഉൾവശം ഒട്ടും വെന്ത് കിട്ടില്ല. ബ്രൗൺ നിറമായ എണ്ണയിൽ നിന്ന് മാറ്റിവെക്കാം. പൊരിച്ച പത്തിരി ഇതാ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓരോ പത്തിരിയും ചായയുമായി സൂര്യാസ്തമയം ഒക്കെ കണ്ട് ആസ്വദിച്ചോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.